ഒരു മുന്നറിയിപ്പില്ലാത്ത വരവാണല്ലേ സാറ്? പൂക്കള എന്തടാ ഇത്? എടാ അന്യായ ദിവസത്തെ ഇതേപ്പറ്റി പറയൂസേ യൂണിഫോം എവിടെ കൊണ്ട് പണയം വെച്ചടാ? ഭയങ്കര ഉഷ്ണം, വിയർപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ യൂണിഫോം ഒരു യുമാരെ ഇടിപ്പിച്ചു. അല്ല, നീ ഇവിടുത്തെ പഴയ റൗഡി കൊച്ചപ്പിയല്ലേ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലടേ. വരണ്ട അങ്ങോട്ട് നടക്കടാ. ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടോട്ടോ പറ്റ ഡ്രസ്സായത്. പോയി ഉറടാ. ഇവരെല്ലാം ആരാ? ആരാ? ഇതാണോ പെണ്ണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. സാറാമേ അകത്തുകൊണ്ട് പോയി പരിശോധിക്കുവോ? അയ്യോ മാറിന്നില്ല. എങ്ങോട്ടാണ് സാർ? നെഞ്ചത്തേക്കാണ്. അയ്യോ എടാ, ഈ ഇടിക്കട്ടെ ഏത് സ്റ്റേഷനിൽ മോഷ്ടിച്ചടാ? അയ്യോ അതെന്റെ താളക്കട്ടയാണ്. താളക്കട്ടി? ഇവൻ ഏതോ കല്യാണ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാ. കണ്ടില്ലേ? മുടിയിൽ പൂവ്, കഴുത്തില് ഹാരം, കയ്യില് ചട്ടകം. സാറേ ഇദ്ദേഹം നിരപരാധിയാണ്. മിണ്ടാതെടാ. നീ ആരും എന്റെ വക്കീലോ? കെട്ടടാ കൈ. നിനക്ക് രാക്കല്ലടാ റാസ്കൽ. ആ പേര്? നാരദൻ. വാലൊന്നുമില്ലടേ. ഏയ് വാലൊന്നുമില്ലെന്ന് ചോദിച്ചേ. നിന്റെ പേരിന്റെ പിന്നാലെ നായരോ നമ്പൂരിയോ നമ്പ്യാരോ വല്ലോണ്ടോ അറിയാനാ? ഇല്ല. ഒന്നില്ല സാർ. ഇവൻ ആൾ ക്രോസാ. ദൈവത്തിന്റെ രൂപവും മനുഷ്യന്റെ കയ്യിലിരിക്കും. ഇത് പൊന്നോ വെള്ളിയോ? അതിപ്പോ ഉരച്ചു നോക്കല്ലേ അറിയാനൊക്കെ. ഞാൻ എന്നെ കൊണ്ട് ഉരപ്പിക്കും. വേണ്ട, എന്റെ പെട്ടിയിലെടുത്ത് വെക്കൂ. രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ഉരച്ചു നോക്കിക്കോളാം. കണ്ടോ, ഇതാണ് കയ്യിലിരിക്കും. പിന്നെ എങ്ങനെ നമ്മളെപ്പോലുള്ള ആൾക്കാരെങ്കിലും ജയിച്ചല്ലേ? എന്താടോ? അതൊന്നുമില്ല, ഇതേ പഞ്ചലോഹാണെന്ന് പറയണം. പറഞ്ഞതനുസരിച്ചാ മതി. ഓ സാർ, സാർ നമുക്ക് ഇവന്മാരെ വിടണ്ട. നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിൽ തെളിയാതെ കിടക്കുന്ന എല്ലാ വിക്രമോഷണ കേസും നമുക്ക് ഇവരുടെ പേരിൽ ചാർജ് ചെയ്യാം. അതുവരെ ഇവിടെ ഇരിക്കട്ടെ സാർ. സാറാമേ ഇവരകത്താക്കൂ. അതിന് സാറാമാണ് സാർ. അത് ഞാൻ മതി. ഇങ്ങോട്ട് നടക്കണേ. എടാ ഇവിടെ നടക്കാൻ. സാറിനെ കുളത്തിയല്ലോ എടാ. എടാ കഴിഞ്ഞ പോലീസിനെ വർദ്ധിക്കുന്നില്ല. എടാ അങ്ങോട്ട് നടക്കണം. നാരായണ. ആള് കൊള്ളാം. അങ്ങോട്ട് നടക്കാം. സാറേ ഇത് പണ്ടാരടങ്ങുന്നൊരു ഉറക്കാണ്. അങ്ങനത്തെ ഉറക്ക എപ്പോ നോക്കിയാലും ഉറക്ക്. സാറേ ഒരു ഷീട്ട് ഇറക്ക് സാറേ. ഇതെല്ലാം കൂടി തരികയാണ്. ഒരു ഷീട്ട് ഇറക്കാൻ പറഞ്ഞാല് സാർ അപ്പൊ പെരുമ്പാമ്പറക്ക്. പെരുമ്പാമ്പറക്കല്ലേ? എന്നാലേ ഇത് എന്റെ ഗുലാന്റെ പീടിയാണ് കേട്ടാ. ഞാൻ ആസിന്റെ പീടിയാ. പെരുമ്പാമ്പെന്താ ഇറക്കിയത്? ഞാൻ ഗുലാൻ. പിന്നെ അയ്യോ നമ്മളെ കളി കണ്ടോ? എന്താണോ ഇത്? ചീട്ട് പോലീസ് സ്റ്റേഷനിൽ ചീട്ടുകളിയാണ് ജോലി അല്ലേ? ഞാൻ കളിക്കുന്നില്ലെന്ന് ആവുന്നതും പറഞ്ഞതാ. അയ്യോ പറയുന്ന പറച്ചില് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് ഉറക്കം വരുന്നേ. വാ അപ്പൂട്ടെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന പറച്ചില് കേട്ടോ സാറ്. കള്ളം, പച്ചക്കള്ളം. ആ മതി. പോലീസുകാർക്കൊരു അന്തസ്സുണ്ട്. മനസ്സിലായി? അത് കളഞ്ഞു കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എല്ലാം മനസ്സിലായി. വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് ഒരുപോലെ കൈക്കൂലി മേടിക്കുന്ന തനിക്കൊക്കെ എന്തോന്ന് അന്തസ്സോ? ആ വിഗ്രഹം കൊണ്ടുവന്നോ? അവിടെ അകത്തുള്ളൂ സാർ. വിളിക്കണോ? പൗലോസേ അവരെയും കൊണ്ടുവരൂ. ഇങ്ങോട്ടേക്ക് വരടാ. മരികളെ ഇങ്ങോട്ട് നടക്കടാ. അങ്ങോട്ട് പറയില്ല. ഇവരെ സാക്ഷിപ്പട്ടിയിൽ ചേർത്ത് പറഞ്ഞേച്ചേ. അപ്പം മറ്റവരെയോ? അവരോടെ കിടക്കട്ടെ. ആളയക്കുമ്പോ വരണം. പൊയ്ക്കോ. നടന്നോ?
രംബോദര മുടിഞ്ഞവനെ മൺവെട്ടിയും കോടാലിയും കൊണ്ടാണോടാ ശകുനം വരുന്നേ? ഇത് പണിയായുധങ്ങളാ. ഇന്ന് പോകുന്ന വഴിക്ക് നല്ല വരശായിരിക്കും. ധാരാളം പലിശപ്പണവും പിരിഞ്ഞു കിട്ടും. കൊണ്ട് കളയടാ. തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെ തന്തയ്ക്ക് മുമ്പ് മക്കളുണ്ടാവും. ഉണ്ടാവും. നിന്നെ പോലുള്ള മക്കളുണ്ടാകും. ഞാൻ കുറച്ച് പലിശക്കാശ് പിരിക്കാൻ ഇറങ്ങിയതാ. തൂമ്പായം കൊണ്ട് ശകുനം വന്ന വഴിക്ക് പോയാലേ നാട്ടുകാർ എന്നെ എടുത്തിട്ട് കിളക്കി. എന്താടാ തപ്പി പിടിക്കുന്നേ? നീ എന്താടാ കൂടെ തപ്പി പിടിക്കുന്നേ? ഒരു ബെൽറ്റ് പഠിക്കാൻ എത്ര കാലമായി? നീ ആരാടാ മൺട്രോസ് ആയിപ്പോ ബെൽറ്റ് കെട്ടാൻ? ഇത് മതി. ഇത് പശുവിനെ കെട്ടുന്ന കാറല്ലേ? ഇതിന്റെ ബാക്കി എവിടെ? പശുവിന്റെ കഴുത്തിലുണ്ട്. എന്റെ ദൈവമേ, മുതലാളി ദേ വരുന്നു ശബരത്തിന് പറ്റിയ പാർട്ടി. ആരാടാ? എന്തിയടാ? പറഞ്ഞല്ലോ പട്ടാളം ഞാനായി. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇതിനെയൊക്കെ വേണം ശകനം കണ്ടോണ്ട് പോവാൻ. ഡേ നീ വാതിലും തുറന്നിട്ട് അയൽപക്കത്തെങ്ങാനും ചെന്നിരുന്ന് വായും പൊളിച്ച് വാതി ഓടിച്ചോണ്ടിരിക്കരുത്. ഭർത്താവേ ഇന്ന് വിരിയണേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പരമ മാറി. കുറച്ച് വെള്ളം കുടിക്കുന്നോ? ഇത് വെള്ളം കുടിച്ചാലൊന്നും തീരുന്ന ദാഹമല്ല നാരായണ. സംഗതി ആ കുഴഞ്ഞല്ലോ. കയ്യിലുണ്ടായിരുന്ന വിഗ്രഹവും പോയി. ആ റൂട്ട് മാറ്റിക്കളാ. ആശാന്യ എങ്ങോട്ടാ? എനിക്കല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൊള്ളാം. പറ്റിയ പ്രധാനമന്ത്രി വരെ ആകാം. സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല. അതിരിക്കട്ടെ, ഏത് രാഷ്ട്രീയത്തിലാ നോട്ടം? അതെന്താ അങ്ങനെ? രാഷ്ട്രീയം പലതുണ്ടോ? ആശാനെ, ഇവിടെ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഓരോ പാർട്ടികളാ. ഓരോ നേതാക്കന്മാരുടെ പേരിലും ഓരോ പാർട്ടികളാ. ഞാൻ അല്പം സോഷ്യലിസം പഠിക്കാനാണ് വന്നത്. കൊള്ളാം. മുതലും മുടക്കണ്ട, ദേഹവും അനങ്ങണ്ട. രാഷ്ട്രീയത്തിലിറങ്ങാൻ എന്തൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് വേണ്ടത്? തൊലിക്ക് നല്ല കട്ടി, നാക്കിന് നല്ല നീളവും. അതുണ്ടാക്കാൻ എന്താണ് വഴി? ഉണ്ടായിക്കോളൂ, തനിയെ ഉണ്ടായിക്കോളൂ. ആശാൻ ഇപ്പൊ സോഷ്യലിസം പഠിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ. വാ, അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഒന്ന് പിടിച്ചോളൂ നാരായണ. അങ്ങോട്ട് കയറിയോ. അവിടെ രാത്രിയും പകലും ഒരുപോലെ സോഷ്യലിസം പഠിപ്പിക്കുന്ന സ്ഥലമാ. ഒരു പരിചയവും ഇല്ലാതെ. ഒരു പരിചയവും വേണ്ടെന്ന്. ഇതങ്ങോട്ട് ദക്ഷിണ കൊടുത്ത് അങ്ങോട്ട് കയറിക്കോ. ഇതിവിടെ ഇരിക്കട്ടെ, ഇതിന്റെ ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം. ചെല്ലേ. വരണം വരണം വരുന്നേ. ആളറിയാണ്ടിരിക്കാനായിരിക്കും വേഷം മാറി വന്നത്. ഇരിക്കണം. ഇതാണ് എന്റെ വേഷം. എന്താ ഇത്? ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ, ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം. ഇരിക്കണം. ഇരിക്കുന്നേ. എന്താ? ഒരു താണക്കാരൻ വന്നിരിക്കുന്നു. നാരായണ. ആരാണ് നാരായണൻ? പുറത്ത് നിൽപ്പോട്ടെ. അയാൾ പിന്നെ വന്നോട്ടെ. ഇവിടെ പോലീസിന്റെ വലിയ ശല്യമാ. വേഗം പോകണ്ട. നാരായണ. എന്ത് പണിയാ നാരായണൻ താനീ കാണിച്ചത്? എന്താ, ഒന്നും നടന്നില്ലേ? എന്ത് നടക്കാൻ? അവളൊന്നും പഠിപ്പിച്ചില്ലേ? അതൊരു വേശ്യാലയമാണ് നാരായണൻ. ആശാനെ, അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസം ഉള്ളൂ. ജാതിയില്ല, മതമില്ല, പ്രായവ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ഏതായാലും വലിയ ചതിയായിപ്പോയി നാരായണൻ. പോലീസ് ഓടിക്കോ, ഓടിക്കോ. പോലീസിനെ കാണിക്കുമ്പോൾ നാരായണൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഓടിക്കോ. നിൽക്കൂ നാരായണ. എന്താടി ഇന്നലെ നല്ല കോളായിരുന്നു തോന്നുന്നല്ലോ. കട കിടക്കാൻ പോലും നേരം കിട്ടിയില്ല അല്ലേ? നിന്റെ അവനെയൊക്കെ കയ്യിലിരിക്കട്ടെ. എനിക്ക് തൊഴിലല്ല സാർ. എന്റെ ഭർത്താവ് തളർവാദം പിടിച്ച് കിടപ്പാണ്. ആ മനുഷ്യനും മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് സാർ ഞാൻ എന്നെ തന്നെ വിറ്റത്. അതെല്ലാം കോടതി പറഞ്ഞാ മതി. ആ നടക്ക്. എല്ലാവരും ഇത് തന്നെ അടി പറയുന്നത്. ഒരു നടപ്പ് കണ്ടില്ലേ? നടപ്പ് ദോഷം കൊണ്ടല്ലേ നമ്മൾ അവളെ പിടിച്ചത്. നടക്കട്ടെ. നടക്കണേ. എന്താ ഒരു ബഹളം? ആരും ഇവിടെ കൂടി നിൽക്കരുത്. എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ. കുട്ടികളെ,
അരുത്, ഇവരെ കൊണ്ടുപോരുത്. നീ ആരടേ ഇവരുടെ നേതാവ്? ഇവർക്ക് സംഘടനയും നേതാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കാലുകുത്തില്ലായിരുന്നു. ഇല്ല, മാറില്ല. സാറേ, ഇവിടെ ആള് പെശക. ലോക്കപ്പിൽ വെച്ച് തൂങ്ങി മരിച്ച നക്സല് നീലാണ്ടന്റെ മോള. ഓഹോ, അപ്പൊ ഇവളും നക്സലാണല്ലേ? എന്നാ ഇവളെ കൂടെ പിടിച്ച് വണ്ടി കയറ്റ്. സാറാമേ, വരൂ ഇവിടെ. ഇവിടെ എന്നെ വരാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞത്. അത് ശരി. നേതാവ് ഇവരെയും സംഘടിപ്പിച്ചോ? നിങ്ങൾ പോലീസൊക്കെ സംഘടിക്കാം. മറ്റൊന്നും വിൽക്കാനില്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ശരീരം പണയപ്പെടുന്ന ഇവർക്ക് സംഘടിച്ചു അല്ലേ? ചുമ്മാതിക്കണോ? ഇല്ല, മാറില്ല. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഇവിടുന്ന് ആരെയും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സ്വഭാവം മാറും കേട്ടോ. നല്ല ഉഗ്രൻ സ്റ്റണ്ട്. അതെന്നെ പോ. ചുണക്കുട്ടൻ ആരാണ് ആ ചെറുപ്പക്കാരൻ? ഒരു തൊഴിലാളി നേതാവാണ്, ഖാദർ. അയ്യോ, പോലീസ് വാന്റെ കാറ്റ് പോയി. പോലീസുകാർക്ക് ഓടുന്നുണ്ടല്ലോ. നിന്നാലേ അവരുടെ കാറ്റ് പോകും. ആ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും ഒന്ന് വിളിക്കൂ നാരായണൻ, പരിചയപ്പെടാം. അവരുടെ വീടേ ഇവിടെ അടുത്താ. നമുക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം. വാ, രണ്ടും നമ്മുടെ പാർട്ടീസ് തന്നെ. വീണ വീണയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആശാനെ. വാ. ആദ്യം ചായയോടെ നടക്കട്ടെ. വാസ്തവത്തിൽ കൗസല്യക്കാണ് ചായ വാങ്ങി കൊടുക്കുന്നത്. ശരിയാണ്. കൗസല്യയുടെ തന്റെ ഇടം കൊണ്ട് 3-4 പാവപ്പെട്ട പെൺകുട്ടികൾ രക്ഷപ്പെട്ടല്ലോ. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ. പേര് നാരദൻ. സ്വല്പ രാഷ്ട്രീയം പഠിക്കാൻ ഇറങ്ങിയതാ. ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞാൽ നാറും. ഇതൊക്കെ പറയണെങ്കിലും രണ്ടുപേരും വലിയ രാഷ്ട്രീയക്കാരാ. ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ എന്നെ വെച്ച് കെട്ടി. അതെന്താ അങ്ങനെ? കൗസല്യയുടെ അച്ഛൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. നമ്പീശ സാർ നക്സലേറ്റ് ആയിരുന്നു. എന്റെ അച്ഛനെ പോലീസുകാർ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു. ശവം കെട്ടിത്തൂക്കി കേസ് ആത്മഹത്യയാക്കി. എന്നിട്ട് ആരും പ്രതിഷേധിച്ചില്ലേ? നമ്പീശ സാർ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കൗസല്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസം? മദ്രാസിൽ നിന്ന് വന്നിട്ട് താമസിക്കാൻ ഇടം കിട്ടിയില്ലായിരിക്കും. എനിക്ക് വീടെന്തിനാ? ലോകമേ തറവാടല്ലേ. ഇദ്ദേഹത്തിന് ഒരു വീട് വേണം. രാഷ്ട്രീയം പഠിക്കാൻ വന്നല്ലേ? ഇവിടെ തന്നെ കൂടിക്കോളൂ. ആ, പിന്നെ ഇദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്. വീണ വായിക്കും, പാടും. കൗസല്യം വലിയൊരു കലാകാരിയാണ്. പാടും, നൃത്തം ചെയ്യും. ഗ്രഹനായിക ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും ഈ വേഷം ഉടനെ ഒന്ന് മാറ്റണം. ആദ്യമായി പേരൊന്ന് മാറ്റണം. നാരദൻകുട്ടി നായർ എന്നാക്കിക്കളയാം. അപ്പോ മറ്റു സമുദായക്കാർ എതിർക്കില്ലേ? എന്നാൽ നാരദൻകുട്ടി നഹ എന്നാക്കാം. അത്ര വലിയ സാഹസമൊന്നും വേണ്ട നാരായണ.
നയനാരെന്നാക്കിയാലോ? ആദ്യം ഈ വേഷം ഒന്ന് മാറ്റണം. അത് ഞാൻ ഏറ്റു. നാരായണ എന്തോ? നാരായണ. ഇത് വലിയ മെനക്കേടായല്ലോ. എപ്പോ നോക്കിയാലും നാരായണ നാരായണ. ആദ്യം വിളിയൊന്ന് നിർത്ത്. എനിക്ക് ഇന്നൽപ്പം തിരക്കുള്ള ദിവസമാണ്. എന്നാ തിരക്കില്ലാത്തത്? ആ XMB മേനോന്റെ ഫാക്ടറിയിൽ സമരമാ. സമരമോ? ആ, അതെന്താ? ഫാക്ടറി പഠിക്കാൻ വന്നാ മതി, നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കേട്ടെ? വരൂ, അകത്തേക്കിരിക്കാം. വീണ ഉടക്കല്ലേ? അതെ. ആര് ഇരിക്കണം? വേണ്ട. ഞങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. ഓ ശരി, നിന്ന് സംസാരിക്കാം. എന്താ വന്നത്? പോലീസിനെ കൊണ്ട് സമരം തല്ലി തകർക്കാനാണ് ഭാവം അല്ലേ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ആരെങ്കിലും ഒരാൾ സംസാരിക്കണം. ഞങ്ങൾ സംയുക്ത സമരസമിതിക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കൂ. ആഹാ, വർഗബോധമുള്ള തൊഴിലാളികളാണ്. ആക്ഷേപിച്ചാൽ ഫലം അറിയും. എന്താണ് ഈ വർഗബോധം? വർഗസമരത്തെ കുറിച്ച് മഹാനായ മാർക്സ് എന്താണ് പറഞ്ഞതെന്ന് അറിയാവോ? എന്താണ് പറഞ്ഞത്? എന്ത് പറഞ്ഞെന്ന് പറയണം. ഒന്നും പറഞ്ഞില്ല അല്ലേ? കൂടെ കൂടെ കാലുമാറുന്ന നിങ്ങളെപ്പോലുള്ള ഭൂഷ്വാസികളെ ചർച്ച ചെയ്യേണ്ട കാര്യം അല്ലത്. നമ്മൾ ഒരുമിച്ച് ഒരു പാർട്ടിയിൽ നിന്നപ്പോ തൊഴിലാളികൾക്ക് അവശതകളില്ല, പരാതികളില്ല. ഞാൻ പാർട്ടി മാറിയപ്പോ പ്രശ്നങ്ങളായി. അതാണ് രാഷ്ട്രീയം. ഇപ്പൊ ഇങ്ങനെയൊരു മിന്നൽ പണിമുടക്കിന് എന്താണ് കാരണം? ഞങ്ങളുടെ യൂണിയന് പണിമുടക്കാൻ അങ്ങനെ പ്രത്യേക കാരണമൊന്നും വേണ്ട. എപ്പോഴും മുടക്കും, എന്തിനും മുടക്കും, എങ്ങനെയും മുടക്കും. പണിമുടക്കിന്റെ പേരിൽ ഫാക്ടറി കത്തിക്കുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? അടുത്ത നിങ്ങളുടെ ഈ മണിമാളുമായിരിക്കും കത്താൻ പോകുന്നത്. ഇത് കത്തിക്കാൻ വരുന്നവൻ ഇതിനകത്ത് കിടന്ന് കത്തും. ഓഹോ, എന്നാ കാണാം. ഒന്നിറങ്ങി പോണം. നിങ്ങൾ എന്താ നിൽക്കുന്നത്? അയാളങ്ങ് പോട്ടെ എന്ന് കരുതി നിന്നതാ. ഞങ്ങൾ ഇവിടെ പറയുന്ന പോലെ കേട്ടോളാം. ഉള്ളതിങ്ങി തന്നാ മതി. അതെ, ഞങ്ങളത് വീഴ്ചെടുത്തോളാം. ചോദിക്കുന്ന തുക തരാം. ആ ഖാദറിനെ നിങ്ങൾക്കൊന്ന് ഒതുക്കാമോ? അവൻ കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. അവനൊരു കാമുകിയുണ്ട്. ആ നക്സലിന്റെ മകൾ കൗസല്യ. അവളെ കയ്യിലെടുത്താൽ അവൻ വീഴും.